മുല്ലശ്ശേരിയിൽ പാടത്ത് രാത്രിയുടെ മറവിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നതായി പരാതിപ്പെട്ട് നാട്ടുകാർ. പറമ്പന്തളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പാടത്താണ് സെപ്റ്റിക് മാലിന്യം തള്ളിയിരിക്കുന്നത്. കനത്ത മഴയിൽ പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാൽ സമീപവാസികൾ ദുരിതത്തിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. രാത്രിയുടെ മറവിലാണ് മാലിന്യം തള്ളുന്നത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. റോഡരികിലെ കാനയിൽ തള്ളിയ മാലിന്യം ഒഴുകിയെത്തി വെള്ളം പൂർണ്ണമായും കറുത്ത നിറമാണെന്നും സമീപത്തെ വീടുകളിൽ സ്ഥാപിച്ച CCTV പരിശോധിച്ച് മാലിന്യം തള്ളിയവരെ കണ്ടെത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാരായ അജിത് പ്രസാദ്, മോഹനൻ വെട്ടിയാറ, രജീഷ് വട്ടപ്പറമ്പിൽ, VK വിജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യവകുപ്പ്, പാവർട്ടി പോലീസ് എന്നിവർക്ക് പരാതിയും നൽകി. ഒരു ഒറ്റത്തറയിൽ താമസിക്കുന്ന 3ഓളം കുടുംബങ്ങൾ ആ വെള്ളത്തിലൂടെ വേണം വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ. ഇതിൻ്റെ പരിസരത്തായിട്ട് ഒരു 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നു. ഈ വെള്ളം ഒഴുകി പോകുന്നത് കനാലിലേക്കാണ്. ഈ കക്കൂസ്മാലിലും കനാലിൽ എത്തിച്ചേരുന്നു. അവിടെ മീൻ പിടിക്കുന്ന ആളുകൾ, അവിടെ കുളിക്കുന്ന ആളുകൾ, വസ്ത്രമലക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകളെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന രീതിയിൽ വളരെ ഗുരുതരമായ ഒരു പ്രക്രിയയാണ് ഇവിടെ 2 തവണയായിട്ട് നടന്നിട്ടുള്ളത്. ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് ഈ 2 പഞ്ചായത്തിലെ നമ്മുടെ അംഗങ്ങളെയും 10ാം വാർഡിലാണ് പ്രക്രിയയെങ്കിലും 10ാം വാർഡിലെ അംഗത്തെയും 14ാം വാർഡ് അംഗത്തെയും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള വീടുകളിൽ CCTV ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ അത് പരിശോധിച്ചാൽ ഏത് വണ്ടിയാണ് വരുന്നത്, ഏത് സമയത്താണ് എത്തുന്നത്, എപ്പോഴാണ് തട്ടുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ അധികാരികളിൽ നിന്ന് കൃത്യമായ ഇടപെടലുണ്ടായി ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് നാട്ടുകാരായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം.